Advait എന്താ ഇനിഷ്യൽ എന്ന് ഉദ്ദേശിച്ചേ? Bharat, plinth area basis, cubic content basis, approximate quantity method. Plinth area basis, cubic content basis, and approximate quantity method estimate. അപ്പോൾ നമ്മൾ plinth area മെത്തേഡിലും cubic content മെത്തേഡിലുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ പ്രോബ്ലം ആണ്. എല്ലാവർക്കും പ്രോബ്ലം നമ്പർ 1 കാണാമോ? പ്രോബ്ലം നമ്പർ 1. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. എ പേഴ്സൺ കൺസ്ട്രക്ട് എ ബിൽഡിംഗ് ഓഫ് പ്ലിന്ത് ഏരിയ equal to 100 square meter. A person construct a building of plinth area equal to 100 square meter on a plot of land in a certain locality at a cost of rupees 95,000. A person construct a building of plinth area 100 square meter on a plot of land in a certain locality at a cost of rupees 95,000. The height of building from ground level to the top of the roof is 3.5 meter and a parapet wall of height equal to 80 centimeter is constructed on the terrace. Determine, calculate determine the cost of similar building of plinth area equal to 135 square meter. Construct in same locality. നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ ചെയ്യണം? ബൈ പ്ലിന്ത് ഏരിയ റേറ്റ് ആൻഡ് ഓൾസോ ബൈ വോളിയം റേറ്റ് ഓർ ക്യൂബിക് കണ്ടന്റ് ബേസിസ്. അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു എക്സാമ്പിൾ എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാമോ? നമുക്ക് 100 സ്ക്വയർ മീറ്റർ ഉള്ളൊരു ബിൽഡിങ്ങിന്റെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് rupees 95,000. A person construct a building of plinth area equal to 100 square meter in a locality at a cost of rupees 95,000. അപ്പോൾ 100 സ്ക്വയർ ഫീറ്റ് ആണ്. 100 സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എത്രയായിരുന്നു? 95,000 rupees. 95,000 rupees. 100 സ്ക്വയർ ഫീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പ്ലിന്ത് ഏരിയ ആണ്. 100 സ്ക്വയർ മീറ്റർ പ്ലിന്ത് ഏരിയ 100 സ്ക്വയർ മീറ്റർ. 100 സ്ക്വയർ മീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? 135 സ്ക്വയർ മീറ്ററിന്റെ കോസ്റ്റ് എത്ര വരും? 135 സ്ക്വയർ മീറ്റർ പ്ലിന്ത് ഏരിയ ഉള്ള ഒരു പുതിയ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എത്ര വരും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് പ്ലിന്ത് ഏരിയ ബേസിസിലാണ്. പ്ലിന്ത് ഏരിയ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ്? പ്ലിന്ത് ഏരിയ മാത്രം മതി. 100 സ്ക്വയർ മീറ്റർ ഉള്ളൊരു ബിൽഡിങ്ങിന്റെ കോസ്റ്റ് 95,000. അപ്പോൾ 1 സ്ക്വയർ മീറ്ററിന്റെ റേറ്റ് എത്ര വരും? 1 സ്ക്വയർ മീറ്ററിന്റെ റേറ്റ് 100 സ്ക്വയർ മീറ്ററിന്റെ റേറ്റ് ആണ് 95,000. അപ്പോൾ ഒരു 1 സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്ന എത്ര റേറ്റ് വരും? 950. ഓക്കെ, അപ്പൊ 1 സ്ക്വയർ മീറ്ററിന്റെ റേറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ 135 സ്ക്വയർ മീറ്ററിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? 135 സ്ക്വയർ മീറ്ററിന്റെ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എത്ര വരും? 135 into 950. 135 into 950. എന്താ ആൻസർ വരിക? 135 into 950. ആൻസർ 128,250. 128,250 rupees. 128,250. ഇനി നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ഇടാറുണ്ട്. അതെല്ലായിടത്തും അങ്ങനെ ഇടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും ഇട്ടിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 ഡെസിമൽ പ്ലേസ് എല്ലായിടത്തും എഴുതുക. അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സ് കഴിഞ്ഞ് ഒരുപാട് ഡെസിമൽ പ്ലേസ് വരികയാണെങ്കിൽ ജസ്റ്റ് റൗണ്ട് ഓഫ് ടു 2 ഡിജിറ്റ്സ്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കും. ഇപ്പോൾ പ്ലിന്ത് ഏരിയ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്ത് നെക്സ്റ്റ് എന്താണ്? ക്യൂബിക് കണ്ടന്റ് ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യണം.
ക്യൂബിക് കണ്ടന്റ് ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം. ക്യൂബിക് കണ്ടന്റ് ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് വാല്യൂ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം? ഹൈറ്റ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു ദ ടോപ്പ് ഓഫ് ദ റൂഫ് ഈസ് 3.5 മീറ്റർ. അപ്പോൾ one second. So the ground level. So ground level to the top of the roof. Ground level to the top of the roof എത്രയാ കൊടുത്തിരിക്കുന്നത്? 3.5 meter. 3.5 meters. ഇനി പാരപ്പറ്റിന്റെ ഹൈറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പാരപ്പറ്റിന്റെ ഹൈറ്റ് എത്രയാ? 80 സെന്റിമീറ്റർ. പാരപ്പറ്റിന്റെ ഹൈറ്റ് 80 സെന്റിമീറ്റർ. അപ്പോ നമ്മൾ പാരപ്പറ്റിന്റെ ഫുൾ ഹൈറ്റ് കൺസിഡർ ചെയ്യണോ? വോളിയം മെത്തേഡിൽ പാരപ്പറ്റിന്റെ ഫുൾ ഹൈറ്റ് കൺസിഡർ ചെയ്യണം. ഹാഫ് ഹൈറ്റ് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ എന്താ? 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എത്ര എടുക്കും? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3.5 പ്ലസ് 3.5 പ്ലസ് എത്രയാ? 80യുടെ ഹാഫ് 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? 0.4. അപ്പൊ എത്ര മീറ്റർ ഹൈറ്റ്? 3.9 മീറ്റർ ഹൈറ്റ്. 3.9 മീറ്റർ ഹൈറ്റ്. ഇനി നമ്മൾ വോളിയം മെത്തേഡിലാണ് ചെയ്യുന്നത്. വോളിയം മെത്തേഡിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്താ വേണ്ടേ? വോളിയം മെത്തേഡിലാണ് സോൾവ് ചെയ്യാൻ പറയുന്നത്. വോളിയം മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിൽഡിങ്ങിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. ബിൽഡിങ്ങിന്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്ലിന്ത് ഏരിയ. അതാണ് 100 ആണ്. 100 സ്ക്വയർ മീറ്റർ ആണ് പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ 100 ഇൻറ്റു 3.9. 100 ഇൻറ്റു 3.9 ആണ് ബിൽഡിങ്ങിന്റെ വോളിയം. 100 ഇൻറ്റു 3.9. അപ്പോ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാ വന്നത്? റുപ്പീസ് 95,000. അപ്പോ 95,000 ഇതെന്തായിരിക്കും? എം ക്യൂബിലായിരിക്കും വരിക. അപ്പോൾ വോളിയം മെത്തേഡ് 100 ഇൻറ്റു 3.9 എം ക്യൂബ് ഉള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വന്ന കോസ്റ്റ് 95,000 റുപ്പീസ് ആണ്. അപ്പോൾ 1 എം ക്യൂബിൻ കൺസ്ട്രക്ട് ചെയ്യാൻ എന്തായിരിക്കും വരിക? 1 എം ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്താ വരിക? 95,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 3.9. 1 എം ക്യൂബിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ 95,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 3.9. ഓക്കെ, അപ്പൊ എത്ര വരും? 1 എം ക്യൂബിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും? 95,000 divided by 100 into 3.9. 243 point. എത്രയാണ് ആൻസർ വന്നേ? 243. ആരെങ്കിലും ആൻസർ എന്ന് പറഞ്ഞേ? 243.58 rupees. അപ്പോൾ 1 എം ക്യൂബിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ 243.58 rupees. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 135 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വോളിയം റേറ്റിലുള്ള എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 135 സ്ക്വയർ മീറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തെടുക്കുകയാണ്? നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ അതേ ഹൈറ്റ് തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ 135 ആണ്. അപ്പൊ അതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാണ്? നേരത്തെ എടുത്ത ഹൈറ്റ് തന്നെ എടുക്കുകയാണ്. ബിക്കോസ് ക്വസ്റ്റിനകത്ത് പ്ലിന്ത് ഏരിയ മാത്രമേ തന്നിട്ടുള്ളൂ, ഹൈറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ 135 ഇൻറ്റു ഹൈറ്റ് എത്രയായിരുന്നു പ്രീവിയസ് ബിൽഡിങ്ങിന്റെ? 3.9. ഇനി കോസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? കോസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ബിൽഡിങ്ങിന്റെ വോളിയം. ഇനി
അതിന്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ പറഞ്ഞേ? എസ്റ്റിമേറ്റഡ് എമൗണ്ട് നമുക്ക് ഒരു എം ക്യൂബിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കിട്ടി. ഒരു എം ക്യൂബിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്രയാണ്? 243.58 ആണ് 1 എം ക്യൂബിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. അപ്പൊ നമ്മുടെ പുതിയ ബിൽഡിങ്ങിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ വോളിയം എത്രയാണ്? 135 × 3.9. അപ്പോ എന്താണ് പുതിയ ബിൽഡിങ്ങിന്റെ എമൗണ്ട് എത്ര വരും? എമൗണ്ട് ഈസ് ഈക്വൽ ടു ബിൽഡിങ്ങിന്റെ വോളിയം എത്രയാണ്? 135 × 3.9. 135 × 3.9 ആണ് ഇത്. 3.9 എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു എം ക്യൂബിന്റെ റേറ്റ് 243.58. അപ്പൊ ഇങ്ങനെയാണ് ഈ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് എന്ത് പുതിയ ബിൽഡിങ്ങിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. എത്ര വരും ഇത്? സോൾവ് ചെയ്തിട്ട് ആൻസർ എന്ന് പറഞ്ഞേ. 1,28,244.87. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂവിന് എന്താ വന്നത്? ഒരു ചെറിയ ഡിഫറൻസ് വന്നു. നേരത്തെ കിട്ടിയത് 1,28,250. uh, 1,28,250.13 എന്നാണല്ലോ എനിക്ക് ആൻസർ കിട്ടിയത്. ഈ ആൻസർ കിട്ടില്ലേ? ഒന്ന് സോൾവ് ചെയ്തേ. ക്യൂബിക് മീറ്റർ വോളിയം റേറ്റ് 243.59. ആ വാല്യൂ തന്നെയല്ലേ പറഞ്ഞത്? 243.59. 59 എന്ന് പകരം 58 ഇട്ടുകൊണ്ടായിരിക്കാം. സോ നമുക്കൊരു ചെറിയ വേരിയേഷൻ കഴിഞ്ഞ മെത്തേഡിൽ നിന്ന് ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ആൻസറിന് അതൊരു സ്ലൈറ്റ് വേരിയേഷനേ വരുള്ളൂ. അപ്പോ നമ്മൾ പറയുന്നത് ഈ രണ്ട് മെത്തേഡിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതായിരിക്കും? ഏരിയ വെച്ച് എസ്റ്റിമേറ്റ് എടുക്കുന്നതാണോ വോളിയം വെച്ച് എസ്റ്റിമേറ്റ് എടുക്കുന്നതാണോ? പറ. ജസ്റ്റ് വോളിയം വെച്ച് എസ്റ്റിമേറ്റ് എടുക്കുന്നതായിരിക്കും നമുക്ക് കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, ക്ലിയർ ആണോ? ഈ പ്രോബ്ലം ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളും തനിയെ ചെയ്ത് നോക്കിക്കേ. പ്രോബ്ലം നമ്പർ 2 സോൾവ് ചെയ്തിട്ട് ആൻസർ എന്ന് പറഞ്ഞേ. A person construct a building of plinth area equal to 120 square meter on a plot of land in Kollam at a cost of 6 lakh rupees. The height of building from ground level to the top of the roof is 3.2 meter and a parapet wall of height equal to 800 mm is constructed on terrace. Determine the cost of similar building of plinth area equal to 150 square meter. Cost of similar building of plinth area equal to 150 square meter. അപ്പോൾ നമുക്ക് പ്ലിന്ത് ഏരിയ മെത്തേഡിലും വോളിയം റേറ്റ് മെത്തേഡിലും അതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. ഒന്ന് സോൾവ് ചെയ്ത് പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. അത്ര സമയമൊന്നും എടുക്കത്തില്ലല്ലോ. $120 സ്ക്വയർ മീറ്റർ പ്ലോട്ടിന്റെ കോസ്റ്റ് 6 lakh rupees. അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിന്റെ റേറ്റ് എത്ര വരും?
ഒരു സ്ക്വയർ മീറ്ററിന്റെ റേറ്റ്? $5,000. അപ്പോൾ 150 സ്ക്വയർ മീറ്റർ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എത്ര വരിക? 150 സ്ക്വയർ മീറ്റർ ബിൽഡിങ്ങിന്റെ കോസ്റ്റ്. ഒരു സ്ക്വയർ മീറ്ററിന്റെ റേറ്റ് 5,000 ആണെങ്കിൽ 150 സ്ക്വയർ മീറ്ററിന്റെ റേറ്റ്. അപ്പോൾ പ്ലിന്ത് ഏരിയ ഓഫ് 1 സ്ക്വയർ മീറ്റർ, പ്ലിന്ത് ഏരിയ റേറ്റ് ഓഫ് 1 സ്ക്വയർ മീറ്റർ 5,000. So estimated cost of similar building for plinth area 150 square meter is equal to 7,50,000. 7,50,000. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ബിൽഡിങ്ങിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. ബിൽഡിങ്ങിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ? നമുക്ക് പ്ലിന്ത് ഏരിയ ഇൻറ്റു ഏരിയ, പ്ലിന്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, പ്ലിന്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. ഹൈറ്റ് എത്ര വരും എന്ന് പറഞ്ഞേ? പ്ലിന്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര വരും? The height of building from ground level to the top of the roof is 3.2. Ground level to the top of roof is 3.2. And parapet wall of height equal to 800 mm. Parapet wall of height equal to 800 mm. So building in the height എത്ര എടുക്കണ്ടേ? 3.6. So volume of building എന്ത് വരും? 432 cube. ഏരിയ എന്ന് പറയുമ്പോൾ 120 into 3.6. സോറി 120 അല്ല, അതെ 120 into 3.6, 432 meter cube. 432 meter cube. അപ്പോൾ ഒരു എം ക്യൂബിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 6 lakhs divided by 432. 6 lakhs divided by 432 is equal to 1,388.89 rupees. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ബിൽഡിങ്ങിന്റെ വോളിയം എത്ര വരും? നമുക്ക് 150 സ്ക്വയർ മീറ്റർ പ്ലിന്ത് ഏരിയ ഉള്ള ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ വോളിയം എത്ര വരും? 150 സ്ക്വയർ മീറ്ററിന്റെ വോളിയം. വൺ 150 സ്ക്വയർ മീറ്റർ ബിൽഡിങ്ങിന്റെ വോളിയം. ഹൈറ്റ് എത്ര തന്നെ എടുക്കണം? 3.6. അപ്പൊ 150 into 3.6 എത്ര വരിക? 540 മീറ്റർ ക്യൂബ്. 540 മീറ്റർ ക്യൂബ്. അപ്പൊ നമുക്ക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? 540 into നമുക്ക് ഒരു എം ക്യൂബിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് എത്രയാ? 540 into ആണ്ടേ, ഇതായിരുന്നു നമുക്ക് ഒരു എം ക്യൂബിന്റെ റേറ്റ്. 1,388.89 cubic meter volume rate. So 540 into 1,388.89 എത്ര വരും ആൻസർ? $7,50,000.6 rupees 7,50,000.60 paise. അപ്പോൾ ആൻസേഴ്സിനകത്ത് ഒരു ചെറിയ വേരിയേഷൻസേ ഉണ്ടാകുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir.
clear. Okay. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എസ്റ്റിമേറ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്സിനെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്, പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ല. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 2 സ്റ്റേജ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ 2 ഫോം ഉണ്ടാവും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്സിനെല്ലാം നമ്മൾ എടുക്കുന്ന എസ്റ്റിമേറ്റ് ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ഫോം ആണ് മെഷർമെന്റ് ഫോം. മെഷർമെന്റ് ഫോം എന്താണ് മെഷർമെന്റ് ഫോം എന്ന് വെച്ചാൽ നോക്കിക്കോ. ഒരു സെക്കൻഡ്, ഓർഡർ ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. അപ്പോൾ മെഷർമെന്റ് ഫോമില് നമ്മൾ ഓരോ ഐറ്റത്തിന്റെയും എന്താണ് അതിന്റെ മെഷർമെന്റ്സ് ആണ് എഴുതുന്നത്. ഇമേജ് ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയിരിക്കും. എന്തിനാണ്? ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എർത്ത് എക്സ്കവേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം, അപ്പോൾ മെഷർമെന്റ് ഫോമില് നമ്മൾ ആദ്യം എഴുതുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് കാണാമല്ലോ. അപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരം നമ്മൾ ആദ്യം ചെയ്യുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മുടെ ഐറ്റം നമ്പർ 1 ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ. ഇനി എത്ര എർത്ത് വർക്ക് എക്സ്കവേഷൻ ഉണ്ടെന്ന് നമ്മൾ നമ്പറിനകത്ത് ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ ഫുൾ ബിൽഡിങ്ങിനും ഒരൊറ്റ ലെങ്തിലും ബ്രെഡ്ത്തിലും ഹൈറ്റിലുമാണ് എക്സ്കവേറ്റ് ചെയ്യുന്നതെങ്കിൽ 1 എന്ന് കൊടുത്താൽ മതി. ഇനി എന്താണ്? ലെങ്ത് ഓഫ് എക്സ്കവേഷൻ, ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ, ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ. അപ്പോൾ ഇതെന്താണ്? ഇവിടെ നിന്ന് ലെങ്ത് ഓഫ് എക്സ്കവേഷൻ ഇമേജ് കാണാമല്ലോ. ബിൽഡിങ്ങിന്റെ എക്സ്കവേഷന്റെ ലെങ്ത്, എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത്, എക്സ്കവേഷന്റെ ഹൈറ്റ്. എക്സ്കവേഷൻ ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഈ ടോട്ടൽ ലെങ്ത് ഓഫ് എക്സ്കവേഷൻ, ഇനി ടോട്ടൽ ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ, ടോട്ടൽ ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ. അപ്പോൾ അത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യും. ലെങ്ത് എത്രയാണ്? ലെങ്ത് എത്രയാണ്? ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് എത്രയാണ്? ഹൈറ്റ് എത്രയാണ്? ഈ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ ആ റിമാർക്ക് നമ്മൾ ഇവിടെ എഴുതും. ഇനി എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞ് രണ്ടാമത് എന്തായിരിക്കും ചെയ്യുക? രണ്ടാമത് നമുക്ക് ഡാം പ്രൂഫ് കോഴ്സിംഗ് ആയിരിക്കും കൊടുക്കുക. ഫൗണ്ടേഷന് മുകളിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞ് എടുത്ത് എന്ത് ചെയ്യുക? ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷൻ. സെക്കൻഡ് എന്താ ചെയ്യുക? ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ ഫൗണ്ടേഷൻ ഇത് കണക്ക് നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ബിൽഡിംഗ്, ത്രൂ ഔട്ട് ദ ബിൽഡിംഗ് നമുക്ക് ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ എന്താ? നമ്പർ 1 കൊടുത്ത് ഫൗണ്ടേഷന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എഴുതുക. ഇനി മൂന്നാമത് എന്തായിരിക്കും? ഡാം പ്രൂഫ് കോഴ്സിംഗ് ആയിരിക്കും. അങ്ങനെ ഓരോ ഐറ്റവും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ മെഷർമെന്റ്സ് എഴുതുവാണ്. അതിനെയാണ് മെഷർമെന്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഓരോ ഐറ്റത്തിന്റെയും മെഷർമെന്റ്സ് എഴുതുന്നതിനെയാണ് മെഷർമെന്റ് ഫോം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് ഓർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഐറ്റം, ഇപ്പൊ നമ്മളിവിടെ ആദ്യം എർത്ത് വർക്ക് എക്സ്കവേഷൻ എഴുതി, രണ്ടാമത് ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷൻ എഴുതി, അതിന് ഓരോന്നിനും എത്ര രൂപ ചെലവാകും എന്നാണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിനകത്ത് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ എഴുതി, എർത്ത് വർക്ക് എക്സ്കവേഷൻ. ഇനി ക്വാണ്ടിറ്റി നമുക്ക് താണ്ടെ മെഷർമെന്റ് ഫോമിൽ നിന്ന് കിട്ടും. ക്വാണ്ടിറ്റി എങ്ങനെ കിട്ടുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വാണ്ടിറ്റി കിട്ടും മീറ്റർ ക്യൂബിൽ. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി ഓഫ് സോയിൽ നമ്മൾ റിമൂവ് ചെയ്യണം ടു കൺസ്ട്രക്ട് ഫൗണ്ടേഷൻ. അപ്പോൾ അതാണ്ട് ആ ക്വാണ്ടിറ്റി വാല്യൂ നമ്മൾ ഇവിടെ എഴുതും. ഈ യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വോളിയത്തിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക? മീറ്റർ ക്യൂബിൽ കൊടുക്കുക. ഇനി ഇവിടെ കൊടുക്കുന്ന റേറ്റ്, ഒരു m³
എർത്ത് വർക്ക് റിമൂവ് ചെയ്യാൻ എത്ര എമൗണ്ട് ആയിരിക്കും, അതാണ് ഈ റേറ്റ്. നമ്മൾ ആ റേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു എം ക്യൂബ് എർത്ത് വർക്ക് എക്സ്കവേഷൻ നമുക്കൊരു 600 rupees ആണ് വരുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി നമ്മൾ മെഷർമെന്റ് ഫോമിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് വിൽ ഗീവ് യു ദ എമൗണ്ട്. ഇനി സെക്കൻഡ് എന്തായിരിക്കും? അടുത്തത് ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷൻ. ഫൗണ്ടേഷൻ. ഇപ്പൊ ഫൗണ്ടേഷന്റെ ക്വാണ്ടിറ്റി നമുക്ക് എവിടെ നിന്ന് കിട്ടും? മെഷർമെന്റ് ഫോമിൽ കിട്ടും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷന്റെ ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ ഫൗണ്ടേഷന്റെ ക്വാണ്ടിറ്റി എഴുതുക. യൂണിറ്റ് എന്താണ്? അത് മീറ്റർ ക്യൂബിലാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്. ഈ എന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഫോർ 1 m³ 800 rupees ആണ് എന്താണ് വിചാരിക്കുക. അപ്പോൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് വിൽ ഗീവ് യു ദ എമൗണ്ട് ഓഫ് ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ ഓരോ ഐറ്റവും ഇങ്ങനെ എഴുതി പോവുക. ഓരോ ഐറ്റത്തിന്റെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായിരിക്കും നമ്മുടെ ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ എമൗണ്ട്, അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ക്ലിയർ ആണോ? നമ്മൾ തേർഡ് മോഡ്യൂളിൽ നമ്മളിത് പഠിക്കണം. എന്താണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് എഴുതാനും ബിൽഡിങ്ങിന്റെ മെഷർമെന്റ് ഫോം എഴുതാനും നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് ഒരു പ്ലാൻ തരും, അതിന്റെ മെഷർമെന്റ് ഫോമും അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റും എഴുതണം. മനസ്സിലായോ എല്ലാവർക്കും? Yes, sir. ഓക്കെ. ഇപ്പൊ തേർഡ് മോഡ്യൂളാണ് നമ്മൾ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റും മെഷർമെന്റ് ഫോം. അതുകൊണ്ട് അതിന്റെ പ്രോബ്ലംസ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ പ്രോബ്ലംസ് നമുക്ക് തേർഡ് മോഡ്യൂളിലാണ് വരുന്നത്. അതും കൂടെ ഓർക്കാം. അവിടെ നമ്മൾ മെഷർമെന്റ് ഫോമും അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റും ഒക്കെ എഴുതും. വൺ സെക്കൻഡ്, ജസ്റ്റ് ലാപ്ടോപ്പ് ഒന്ന് ഹാങ് ആയി. സോ ഇത് കണ്ടില്ലേ, ഇതേ കണക്ക് ഒരു ഫിഗർ നിങ്ങൾക്ക് എക്സാമിന് തരും. അപ്പോൾ ഇതെന്താണ്? ഒരു 2 റൂംഡ് ബിൽഡിങ്ങിന്റെ പ്ലാനും അതിന്റെ സെക്ഷനും തരും. എന്നിട്ട് ഇതിന്റെ മെഷർമെന്റ് അത് നമ്മൾ എഴുതണം. മെഷർമെന്റ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള പോർഷൻ നമ്മൾ പറയുന്ന പേരെന്താ? സോ ഗ്രൗണ്ട് ലെവലിന് താഴെ എന്തുണ്ട്? ഫൂട്ടിങ്സ് ഉണ്ട്. ഫസ്റ്റ് ഫൂട്ടിംഗ്, ഇത് സെക്കൻഡ് ഫൂട്ടിംഗ്, ഇത് തേർഡ് ഫൂട്ടിംഗ്, ഏറ്റവും ബേസിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ഫൂട്ടിങ്സും ഏറ്റവും ബേസിലെ ഫൗണ്ടേഷൻ കോൺക്രീറ്റും കൺസ്ട്രക്ട് ചെയ്യാനുള്ള എന്തുമാത്രം സോയിൽ റിമൂവ് ചെയ്യണം, എർത്ത് വർക്ക് എക്സ്കവേഷൻ എത്ര റിമൂവ് ചെയ്യണം, പിന്നെ ഈ ബേസ് കോൺക്രീറ്റ് ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിങ്ങിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം പ്ലിന്ത് ലെവലിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യുമ്പോൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ എന്താണ് തിക്നെസ് എന്താണ്? 2.5 സെന്റിമീറ്ററേ ഉള്ളൂ. അവിടെ മെഷർമെന്റ് എടുക്കുന്നത് ഏരിയയിലാണ്, മീറ്റർ സ്ക്വയറിലാണ്. മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കൺസിഡർ ചെയ്യില്ല, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമേ കൺസിഡർ ചെയ്യൂ. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇതിന്റെ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. അബ്സ്ട്രാക്ട് കണ്ടുപിടിക്കണമെങ്കിൽ മെഷർമെന്റ് ഫോം കാൽക്കുലേറ്റ് ചെയ്യണം, മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ പ്ലാൻ നോക്കി പ്ലാൻ റീഡ് ചെയ്തിട്ട് വേണം മെഷർമെന്റ്സ് എഴുതാനായിട്ട്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The detailed estimate is accompanied with. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് മെഷർമെന്റ് ഫോമും അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റും ഉണ്ടാകണം. അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. അത് ഫസ്റ്റ് വൺ ആണ് റിപ്പോർട്ട്, സെക്കൻഡ് വൺ ജനറൽ സ്പെസിഫിക്കേഷൻ, തേർഡ് വൺ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ, ഫോർത്ത് വൺ ഡ്രോയിങ്, പ്ലാൻ, എലിവേഷൻ, സെക്ഷണൽ എലിവേഷൻസ്, ഫിഫ്ത്ത് വൺ കാൽക്കുലേഷൻ ആൻഡ് ഡിസൈൻ, സിക്സ്ത് വൺ അനാലിസിസ് ഓഫ് റേറ്റ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് അക്കമ്പനീഡ് വിത്ത് റിപ്പോർട്ട്, ജനറൽ സ്പെസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ്, ഡ്രോയിങ്സ്, കാൽക്കുലേഷൻ ആൻഡ് ഡിസൈൻ, അനാലിസിസ് ഓഫ് റേറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി നമുക്കൊരു ഇമ്പോർട്ടന്റ് ടേം പഠിക്കാനുണ്ട്. What do you mean by bill of quantity?
ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഇനി ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗവൺമെന്റ് വർക്കിനൊക്കെ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അതെ ഈ റേറ്റിന്റെ കോളവും എമൗണ്ടിന്റെ കോളവും ബ്ലാങ്ക് ആയിട്ടായിരിക്കും നമ്മളത് പബ്ലിഷ് ചെയ്യാം. നമുക്കൊരു സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. ഇപ്പൊ സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്താണ്, ഇപ്പൊ കോർപ്പറേഷൻ ആണ് ആ വർക്ക് ചെയ്യുന്നത്. സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ട്, അതിന്റെ റിപ്പോർട്ടും എന്താണ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ മെഷർമെന്റ് ഫോം പ്രിപ്പയർ ചെയ്യും. മെഷർമെന്റ് ഫോം പ്രിപ്പയർ ചെയ്തിട്ട് അബ്സ്ട്രാക്ടിനകത്ത് ഡീറ്റെയിൽസ് എഴുതും. എർത്ത് വർക്ക് എക്സ്കവേഷൻ ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റും എമൗണ്ട് കോളം ബ്ലാങ്ക് ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പൊ എന്താണ്, ഒരു കോൺട്രാക്ടർ അദ്ദേഹത്തിന്റെ റേറ്റും എമൗണ്ടും ഇട്ട് അത് അതിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഇൻ ദ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് the column of rates and amount are left blank to be filled by contractor is known as bill of quantity. അപ്പോൾ റേറ്റിന്റെയും എമൗണ്ടിന്റെയും കോളം ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു അബ്സ്ട്രാക്റ്റിനെ പറയുന്ന പേരാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന റേറ്റിനും എമൗണ്ടിനും ആയിരിക്കും നമ്മൾ ആ വർക്ക്, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന കോൺട്രാക്ടർക്കായിരിക്കും നമ്മൾ ആ വർക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മെഷർമെന്റ് ഫോം, അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്, പിന്നെ ഡീറ്റെയിൽസ് അക്കമ്പനീഡ് വിത്ത് മെഷർമെന്റ് ഫോം, ഡീറ്റെയിൽസ് അക്കമ്പനീഡ് വിത്ത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഇനി നെക്സ്റ്റ് വൺ ആണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പേര് പോലെ തന്നെയാണ്, നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത എസ്റ്റിമേറ്റിനെ ചില കണ്ടീഷൻസിൽ നമ്മൾ റിവൈസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ആ എസ്റ്റിമേറ്റിനകത്ത് ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പം മെയിൻലി 3 റീസൺസ് കൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അപ്രൂവ് ചെയ്ത എസ്റ്റിമേറ്റിനകത്ത് ചേഞ്ചസ് വരുത്തുന്നത്. അത് ഫസ്റ്റ് റീസൺ ആണ് when the original sanctioned estimate is exceeded or likely to exceed more than 5%. ഇപ്പൊ 1.5 കോടി രൂപയ്ക്ക് ഒരു പ്രോജക്റ്റ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തു, പക്ഷെ ആ 1.5 കോടിയിൽ നിന്ന് 5% വേരിയേഷൻ എന്താണ് വർക്കിന് വരും എന്ന് നമുക്ക് കൺഫേം ആയി വരുവാണ്. അപ്പൊ ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവൈസ് ചെയ്യുന്നത്. ടോട്ടൽ എസ്റ്റിമേറ്റിന്റെ 5% ഇൻക്രീസ് വരാൻ ഒരു സാധ്യത വന്നു, അല്ലെങ്കിൽ വരുമെന്ന് നമുക്ക് ഷുവർ ആയി. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ടാക്സ് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യും. ടാക്സസോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ പെട്രോളിന്റെ ഹൈക്കോ ഒക്കെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഒരുപാട് കൂടും. അപ്പോൾ വലിയ പ്രോജക്ട്സിനൊക്കെ ആകുമ്പോൾ എമൗണ്ട് അതേ കണക്കാണ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് ഈസ് ലൈക്ലി exceeded or likely to exceed more than 5%. അവിടെ നമുക്ക് എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ when the expenditure on a work exceeded or likely to exceed. expenditure on a work എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ഷൻ, ഇപ്പൊ ബ്രിക്ക് വർക്കിന്റെ കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത എമൗണ്ടിന്റെ 10% ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 10% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അവിടെ നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ ആണെങ്കിൽ 10%, ടോട്ടൽ എസ്റ്റിമേറ്റിന്റെ 5% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. ഈ തേർഡ് എന്ന് പറഞ്ഞത് when there are material deviations from the original proposal. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനകത്ത് ചേഞ്ച് വരുവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രൗണ്ട് നമ്മുടെ ഫ്ലോറിംഗ് എല്ലാം ആദ്യം ടൈൽഡ് ഫ്ലോറിംഗ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടൈല് വേണ്ട, നമുക്ക് ഗ്രാനൈറ്റ് കൊടുക്കാം. അപ്പൊ എന്താണ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനകത്ത് ഒരു ചേഞ്ച് വന്നു. ഇനിയിപ്പോ അതുപോലെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ക്ലേ ബ്രിക്സ് വെച്ച് നമ്മുടെ ചുടുകട്ട വെച്ച് നമ്മൾ എന്താണ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് അവൈലബിൾ അത്രയും നമ്പർ ഓഫ് ബ്രിക്സ് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ചുടുകട്ടയ്ക്ക് പകരം നമ്മൾ സോളിഡ് ബ്ലോക്സ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്സ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴും എന്താണ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനകത്ത് ചേഞ്ച് വന്നു. ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എക്സാമിന് ഈ 3 പോയിന്റും കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അത് മാർക്ക് കിട്ടുള്ളൂ. Original sanctioned estimate is exceeded or likely to exceed more than 5%. Expenditure on a work exceeded or likely to exceed administrative sanction by more than 10%. Expenditure on a work. Expenditure on a work. ആ term ഓർത്തോണം, expenditure on a work. പിന്നെ original sanctioned estimate. പിന്നെ ഇവിടെ മെറ്റീരിയൽ ഡീവിയേഷൻസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം.
നെക്സ്റ്റ് വൺ ആണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. അപ്പോൾ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് prepared when additional works are required to supplement the original works. അപ്പോൾ additional works are required in order to supplement the original works. So for example, നമ്മൾ എന്താണ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് എടുത്തു, അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോഴാണ് ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഓണർ പറയുന്നത് പുള്ളിക്ക് അതിന്റെ ഫ്രണ്ടിൽ, ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നമുക്കൊരു വലിയൊരു ലോൺ ഒക്കെ വേണം, എന്താണ് ഒരു വലിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോ എന്താണ് നമുക്ക് വീണ്ടും എന്ത് വന്നു, ഒരു പുതിയൊരു വർക്കും കൂടി വന്നു. അപ്പൊ ആ കേസിൽ നമ്മൾ എന്താണ് ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പൊ അതാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. when additional works are required to supplement the original work. എന്തെങ്കിലും അഡീഷണൽ വർക്ക്, നമ്മൾ ആദ്യം എടുത്ത ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് എന്തെങ്കിലും അഡീഷണൽ വർക്ക്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത് വൺ, സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ യൂഷ്വലി ഗവൺമെന്റ് വർക്ക്സിനൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് വരുന്നതാണ്. ഇപ്പോ നമ്മുടെ ഒരു ഗവൺമെന്റ് വർക്ക്, ഫോർ എക്സാമ്പിൾ ഒരു കനാൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടർക്ക് അപ്രൂവൽ കിട്ടി, പുള്ളിക്ക് ലീസ്റ്റ് കോട്ട് ചെയ്തു, അപ്രൂവൽ കൊടുത്തു. അപ്പൊ അദ്ദേഹം കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, പുള്ളി ആ വർക്ക് ഉപേക്ഷിച്ച് പോവുകയാണ്. പുള്ളിക്ക് ബാക്കി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം പുള്ളി ആ വർക്ക് ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ബാക്കി വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ ഒരു ഗവൺമെന്റ് വർക്കാണെന്ന് പകുതി വഴി നിർത്താൻ പറ്റില്ലല്ലോ, അതിന്റെ ബാക്കി വർക്ക് ചെയ്യണം. ബാക്കി വർക്ക് ചെയ്യാനായിട്ട് റിമൈനിങ് വർക്കിന് എത്ര എമൗണ്ട് വരും എന്ന് നോക്കുവാണ്. അപ്പൊ റിമൈനിങ് വർക്കിന്റെ കോസ്റ്റ് ലെസ് ദാൻ 95% ഓഫ് ഒറിജിനൽ കോസ്റ്റ്. റിമൈനിങ് വർക്കിന്റെ കോസ്റ്റ് ലെസ് ദാൻ 95% ഓഫ് ദ ഒറിജിനൽ കോസ്റ്റ്, അല്ലെങ്കിൽ ലെസ് ദാൻ 95% ഓഫ് ദ ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ്. ആ ഒരു കേസിൽ നമ്മൾ പുതിയൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മളൊരു വർക്ക് അബാൻഡൻ ചെയ്യുവാണ്, ഒരു കോൺട്രാക്ടർക്ക് ഒരു വർക്ക് അബാൻഡൻ ചെയ്ത് പോയി അതിന്റെ റിമൈനിങ് വർക്ക് ചെയ്യാൻ വരുന്ന എമൗണ്ട് 95% എന്താണ് റിമൈനിങ് വർക്ക് ലെസ് ദാൻ 95% ഓഫ് ഒറിജിനൽ വർക്കോ അല്ലെങ്കിൽ 95% ഓഫ് ദ ഒറിജിനൽ സാങ്ഷൻഡ് എമൗണ്ടോ ആണെങ്കിൽ നമ്മൾ പുതിയൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ അതിന് പറയുന്ന പേരാണ് സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇപ്പോ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു റോഡ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ്. ഇപ്പൊ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഒക്കെ എന്താണ്, ഒരു കോൺട്രാക്ടർ അത് ചെയ്യാനായിട്ട് എഗ്രിമെന്റും എല്ലാം സൈൻ ചെയ്തു. അപ്പോൾ ഇപ്പൊ പുതിയ റൂൾ അനുസരിച്ച് റോഡിന്റെ കൺസ്ട്രക്ഷൻ പ്ലസ് മെയിൻ്റനൻസ് ഇത്ര വർഷം, ഇപ്പൊ ഒരു 5 വർഷത്തേക്കുള്ള അതിനകത്ത് വരുന്ന എല്ലാ മെയിൻ്റനൻസും ആ കോൺട്രാക്ടർ തന്നെ ആയിരിക്കണം ബിയർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ റോഡിന്റെ കോൺട്രാക്ട് ഒക്കെ കൊടുക്കും. അതാണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. അപ്പോൾ റെഗുലർ ആയിട്ട് എന്താണ് ആ റോഡിൽ വരുന്ന മെയിൻ്റനൻസ് എല്ലാം അദ്ദേഹം തന്നെ ചെയ്യണം. ഇനി ബിൽഡിങ്സിന്റെ കേസ് എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് ലിഫ്റ്റ് ഉണ്ടാകും, എക്സ്കലേറ്റേഴ്സ് ഉണ്ടാകും, പിന്നെ ലൈറ്റിംഗ്സ്, പ്ലംബിംഗ് ഒക്കെ ഉണ്ടാകും. ഇതിനകത്തൊക്കെ എപ്പോഴും മെയിൻ്റനൻസ് വേണ്ടി വരുന്ന സാധനങ്ങളാണ്. അത് കണക്ക് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിനകത്ത് ഓരോ 6 months നമ്മൾ അതിന് ട്രയൽ റൺ ഒക്കെ നടത്തി നോക്കണം. അപ്പൊ അതിന് വരുന്ന ചെലവുകളും കൂടി നമ്മളൊരു സെപ്പറേറ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കും. അതാണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമുക്ക് 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് ആണുള്ളത്. ക്ലിയർ ആണോ? Yes, sir. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ്? എക്സ്പ്ലെയിൻ എനി ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു എസ്റ്റിമേറ്റ് എടുത്ത് ചോദിച്ചിട്ട് അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. അതേ കണക്ക് തന്നെ ഇത് നിങ്ങൾ നാളെ ഫ്യൂച്ചറിൽ ഒരു ബിൽഡിംഗ് ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴും അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാനൊക്കെ ഒരു ആർക്കിടെക്റ്റും പോയിരിക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ ഇതെന്താണ്, എങ്ങനെയാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നതൊക്കെ നല്ലപോലെ പഠിച്ചിരിക്കണം. നമുക്കിവിടെ പഠിക്കാനായിട്ട് ഒരു സിംഗിൾ സ്റ്റോറിയുടെ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എന്നാലും അത് വെച്ച് നമുക്ക് തന്നെ 3 സ്റ്റോറിയുടോ 4 സ്റ്റോറിയുടോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.
ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഐറ്റവും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെഷർമെന്റ് ഫോമിൽ നമ്മൾ ഓരോ ഐറ്റവും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടേംസ് ഉണ്ട്, ഒരു ക്ലാസ്സിലും ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് നല്ലത്. ഓ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, എടുത്താലും നമുക്ക് തീരില്ല, കുറച്ച് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. ആരും ലീവ് ചെയ്യരുത്, എനിക്ക് അറ്റൻഡൻസ് ഒന്നും എടുക്കണം. മീൻ ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനൊക്കെ ഞാൻ ചെയ്യിച്ച 2 പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് 5 മാർക്കിനൊക്കെ അത് ചോദിക്കുള്ളൂ. ആ പ്രോബ്ലംസ് ഒക്കെ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ.